അങ്ങനെ നിങ്ങൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം ഇനി സ്നോ പെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് അയക്കണം എന്ന്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു സ്നോ സ്റ്റോം വരുവാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഇവിടെ വൈകിട്ട് 4 മണിയായി. ഇന്ന് ഇപ്പം തുടങ്ങിയിട്ട് നാളെ ഉച്ച വരെ ഇതുണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഫുട്ട് സ്നോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇത് പെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കാണിക്കാം. ഹലോ, ഇപ്പോൾ സമയം 5 മണിയായി. ഞാൻ നേരത്തെ വന്നതിലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഒരു വെള്ള പുതപ്പ് വിരിച്ച പോലെ ആയിട്ടുണ്ട്. ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ടേ വീഴുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 ഇഞ്ച് പോലും ആയിട്ടില്ല. ഇപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 8 ഇഞ്ചസ് ടു 12 ഇഞ്ചസ് ആണ് പറയുന്നത് അവർ. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രീറ്റിലൊക്കെ എല്ലാ വീടുകളുടെ മുമ്പിലും ക്രിസ്മസ് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇത്. ഇവിടുത്തെ ആൾക്കാർക്ക് ക്രിസ്മസിൻ്റെ ദിവസം മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ആ സമയത്ത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, മഞ്ഞ് കൊണ്ട് സ്നോമാൻ ഉണ്ടാക്കണത്. വൈറ്റ് ക്രിസ്മസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ വർഷം. നല്ല കാറ്റാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് അവർ അല്ലെങ്കിൽ 2 hours കഴിഞ്ഞിട്ട് വന്ന്. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം 6:30 മണിയായി. ഇപ്പോൾ സ്നോ വീണ് തുടങ്ങിയിട്ട് ഏകദേശം 2.5 മണിക്കൂറായി. നല്ല കാറ്റടിക്കുന്നുണ്ട്. സ്നോവും ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വലിയ മോശം പറയാനില്ല. കാറൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. എൻ്റെ മേലെ ഇങ്ങനെ വീണ് തുടങ്ങിയിട്ട് ഇതാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ പുറകിൽ കിടക്കുന്ന കാറ് കുറച്ച് മുമ്പോട്ട് അടുപ്പിച്ചിടണം. കാരണം ഈ വാക്ക് വേയും നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ ഈ വാക്ക് വേ ഉണ്ടല്ലോ, ഈ വാക്ക് വേയും നമ്മുടെ കാറിടുന്ന ഡ്രൈവ് വേയും ക്ലീൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. അതുപോലെ വീട്ടിലേക്കുള്ള വഴികളും ഉണ്ടല്ലേ. വീടൊക്കെ ഇങ്ങനെ ഇനി റൂഫിൻ്റെ മേലേക്ക് അങ്ങനെ വീണ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോണിൽ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേലെ കൂടെ ഒരു ഫ്ലൈറ്റും പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരു 1 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് വീണിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഞാനിനി പോയിട്ട് ഒരു 2 hours അല്ലെങ്കിൽ 3 hours കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾക്കിത് ഇപ്പോൾ ഇത് കണ്ടില്ലേ, സ്നോ നമുക്ക് കൈ കൊണ്ട് വാരിയെടുക്കാൻ പറ്റും. വിചാരിക്കും നിങ്ങൾ ഇത് ഐസായി പോവില്ല. അതായത് ടെമ്പറേച്ചർ ഒരു 32 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിൽക്കുമ്പോൾ ഇത് ഐസാവില്ല. അതിലും താണ ടെമ്പറേച്ചർ ആകുമ്പോഴാണ് ഐസാവുന്നത്. 32 ഡിഗ്രി ഫാരൻഹീറ്റിലും താണ, അതായത് നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസിലും താഴെ പോയാലാണ് ഇത് ഐസാവുള്ളൂ. അതുവരെ ഇതിങ്ങനെ ഈ പഞ്ഞി പോലെ കിടക്കുകയുള്ളൂ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, സ്നോവിൻ്റെ വീഡിയോ എടുത്തിട്ട് അയക്കണേ, പിക്ചേഴ്സ് എടുത്ത് അയക്കണേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ രാത്രി 11 മണിയായി കേട്ടോ. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ലേറ്റായിപ്പോയി. കാരണം കുറച്ച് പണിയിലായിപ്പോയി. വലിയ ഒരു മോശം പറയാനില്ല. ഇപ്പോഴും നല്ല ഐസ് പോലെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇപ്പോൾ വീഴുന്നത് സ്നോ അല്ല, ഒരു ഭയങ്കര കട്ടിയുള്ളൊരു ഐസ് മണികൾ പോലത്തെ ഒരു സാധനമാണ് വീഴുന്നത്, ഹാർഡായിട്ടുള്ള സാധനം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം റോഡിൽ അവർ കുറച്ച് ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ റോഡിൽ ക്ലീൻ ചെയ്തപ്പോൾ 2 സൈഡിലേക്കും ഇങ്ങനെ ഒരു വണ്ടി വന്നിട്ട് 2 സൈഡിലേക്കും ഓട്ടോമാറ്റിക് ഇങ്ങനെ കൂട്ടിയിടുക ചെയ്യുക. അത് നമ്മൾ ക്ലീൻ ചെയ്യണം. രാവിലെ നമ്മുടെ വണ്ടി ഇറക്കണമെങ്കിൽ നമ്മൾ അവിടെ കൂടി കിടക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്യണം. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വഴി ക്ലീൻ ചെയ്യണം. എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നാളെ രാവിലെ വീട്ടിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ രാത്രി 11 മണിയല്ലേ. രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ എന്താവെന്ന് പറയാൻ വയ്യ. ചിലപ്പോൾ 8 ഇഞ്ച് 12 ഇഞ്ച് നല്ല ഐസ് മണിയുള്ള പോലത്തെ കട്ടിയുള്ള സാധനമാണ് ഇപ്പോൾ വീഴുന്നത് കേട്ടോ. അപ്പോൾ നാളെ
ഹലോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു രാവിലെ വന്നിട്ട് മോർ ഷോർട്സ് എടുത്തിട്ട് കാണിക്കുക എന്നുള്ളത്. സോ ഇതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 11 മണിയായി, കുറച്ച് ലേറ്റായി, ജോലിയായിരുന്നു, അതുകൊണ്ട് പിന്നെ സ്നോ ഫോൾ ഒന്ന് കഴിയട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡോറ് തുറന്നിട്ടൊന്ന് പുറത്തിറങ്ങാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് സ്ഥിതി. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്നോ ഒക്കെ കഴിഞ്ഞു, പ്രകൃതി ശാന്തമായി എന്ന് പറയാം. പക്ഷേ നല്ല പാൽക്കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നു, കണ്ടില്ലേ സ്റ്റെപ്പ്. ഇപ്പം 8 ഇഞ്ച് സ്നോ എന്നാണ് അവർ ഈ ഏരിയയിൽ പറഞ്ഞിരുന്നത്. സോ ഓൾമോസ്റ്റ് കറക്റ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 8 to 1 foot വരെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം, ഇത് വലിയ പാടാണ്. ഇനി ഇപ്പോൾ കണ്ടില്ലേ, റോഡ് അവർ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ, ആ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ കാറ് കിടക്കുന്ന ഭാഗത്ത്, ഇതാ ഈ ഭാഗത്ത്, താണ് പോകട്ടോ കാലൊക്കെ, ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും വിഷമം. സോ യു ക്യാൻ സീ ദാറ്റ് നെയ്ബേഴ്സ് എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ. സൂം ചെയ്ത് കാണിക്കാം, കൂട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയിടുമ്പോൾ ഈ കാറിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇത്രയും ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യണ്ടേ. അത് കൂട്ടിയിട്ടിട്ട് റോഡിലേക്ക് ഇടാൻ പാടില്ല, നമ്മുടെ ഈ ഭാഗത്ത് ഇടണം, നമ്മുടെ കോമ്പൗണ്ടിനകത്തേക്ക് തന്നെ ഇടണം, റോഡിലിടാൻ പാടില്ല. റോഡിലിട്ട് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അത് മാത്രം പോരാ, ഈ 2 കാറ് ഇതിപ്പോൾ കുറവാണ് പറയുക. സാധാരണ നിലയിൽ ഇതുപോലെ സ്നോ സ്റ്റോം ഉണ്ടാകുമ്പോൾ കാറൊന്നും കാണില്ല, കാറ് കംപ്ലീറ്റ് മൂടി കിടക്കും. 2 ഫുട്ടൊക്കെ കാറിൻ്റെ മേലെ ഉണ്ടാവും. ഇന്നിപ്പോൾ നല്ല സൺഷൈനൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ ഇപ്പോഴും ബിലോ 30 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്, അതായത് -3 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിപ്പോഴും കോരിക്കളയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആക്ച്വലി ഇത് 8 ഇഞ്ച് അല്ല കേട്ടോ, 10 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് ഇനി കോരി കഴിഞ്ഞിട്ട് ഉള്ള ഷോർട്സ് ഞാൻ എടുത്ത് കാണിക്കാം. പക്ഷേ കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ വീട്, ഈ മഞ്ഞിൽ കുളിച്ച വീട് എന്നൊക്കെ പാടാൻ വേണമെങ്കിൽ, പൊന്നിൽ കുളിച്ച രാത്രി എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സോ പിന്നെ വരാം. സ്നോ കോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തൂടെ ഈ ഷവലുമായിട്ട് ആൾക്കാർ നടക്കും, സ്നോ കോരി തരണമെന്ന്. അവർക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 പേരെ ഹയർ ചെയ്തതാണ്. അവരത് നമ്മുടെ ഇതൊക്കെ പാത്വേയും ഡ്രൈവേ ഒക്കെ ക്ലീൻ ചെയ്യാൻ പോകണം. ഉണ്ടല്ലേ, ആ കാറിൻ്റെ പുറകിൽ ആ റോഡ് വരെ അവർ ക്ലീൻ ചെയ്യണം. അപ്പോൾ സ്നോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്നോ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്റ്റെപ്പും നമ്മുടെ വാക്ക്വേയും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലേ, നടക്കാനുള്ള വഴിയാണിത്. നടക്കാനുള്ള വഴി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ നടക്കാനുള്ള വഴികൾ നമ്മൾ ക്ലീൻ ചെയ്യണം. അതുപോലെ എല്ലാ വീട്ടുകാരും ക്ലീൻ ചെയ്യും. അവരുടെ ഡ്രൈവേ, നമ്മുടെ ഡ്രൈവേയിലും നമ്മൾ കാറിങ്ങനെ ഈ റോഡിന് അടുത്തേക്കായിട്ട് ഇട്ടത് കാരണം നമുക്ക് അങ്ങോട്ടേക്കൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല, ഉള്ളിലേക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെയൊക്കെ സ്നോ നന്നായിട്ട് കൂടി കിടക്കുന്നുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. 3 ഫീറ്റൊക്കെ ഉണ്ട് സ്നോ. അത് കാറ്റോട്ട് പറന്നിട്ട് ഇങ്ങനെ കുന്നോടുന്നതാണ് സ്നോ, കണ്ടില്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടില്ലേ, നല്ല ഇതിൽ കൂടി കിടക്കുന്നു. ബട്ട് ഇത് നമുക്കിപ്പോൾ കാറ് ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇവിടെ നമ്മൾ റോഡിലേക്ക് നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് 1 വീക്ക് മേ ബി 2 വീക്സ് ഒക്കെ എടുക്കും ചിലപ്പോൾ. അപ്പോൾ റോഡ് ക്ലീനായി ആൻഡ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ക്ലീൻ ചെയ്തു.
അപ്പോൾ അങ്ങനെ ഒരു മഞ്ഞുകാലം, ഒരു മഞ്ഞ് വീഴ്ച കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.